ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് അപ്ടേക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽ ന്യൂട്രിയൻസ്. ഓക്കെ, എങ്ങനെയാണ് മിനറൽ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്കും അതിൻ്റെ ട്രാൻസ്പോർട്ടും. നമുക്കറിയാം പ്ലാന്റ്സിൽ വേണ്ട മിനറൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബൺ വേണം, ഓക്സിജൻ വേണം, ഹൈഡ്രജൻ വേണം, അതേപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇതൊക്കെ വേണം അല്ലേ. ഇതിനകത്ത് കാർബൺ, ഓക്സിജൻ, ദീസ് വിൽ ബി ഗെറ്റിംഗ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇറ്റ് സെൽഫ്. അതേപോലെ ഹൈഡ്രജൻ ഇറ്റ് വിൽ ബി അവൈലബിൾ ഫ്രം ദ വാട്ടർ. ബാക്കി മിനറൽസ് എല്ലാം എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? റൂട്ട് വഴി വാട്ടറിൻ്റെ ഒപ്പാണ് അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റൂട്ട് ഹെയർ, റൂട്ടിന്റെ റൂട്ട് ഹെയർ വഴിയാണ് എന്ത് അബ്സോർബ് ചെയ്യുക? വാട്ടർ ആൻഡ് മിനറൽസ് വിൽ ബി അബ്സോർബ്ഡ്. റൂട്ട് ഹെയറിൽ അയോൺ പമ്പ്സ് ഉണ്ട്. ഇത് എല്ലാ തരത്തിലുള്ള മിനറൽ അയോൺസിനെയും ഭൂമിയിൽ നിന്ന്, സോയിലിൽ നിന്ന് പമ്പ് ചെയ്യും റൂട്ടിൻ്റെ ഉള്ളിലേക്ക്. ഈ മിനറൽ അയോൺസ് എന്ന് നമ്മൾ പറയാൻ കാരണം സോയിലിൽ മിനറൽസ് എല്ലാം കാണുന്ന അയോണിക് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഈ അയോൺ പമ്പ്സ് ആക്റ്റീവ് അബ്സോർപ്ഷൻ വഴിയാണ് ഈ മിനറൽസിനെ പമ്പ് ചെയ്യുക. അപ്പോൾ അപ്ടേക്ക് ഓഫ് മിനറൽ അയോൺസ് ഇറ്റ് വിൽ primarily occur through the active transport due to the ion pump which is present in the root hair. That will help in increasing the osmotic concentration in the root, and it will help in absorption of water by diffusion. Diffusion വഴി വെള്ളം ഉള്ളിലേക്ക് കയറും. ഇനി വെള്ളം ഉള്ളിലേക്ക് കയറുമ്പോൾ ആ വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള ബാക്കി മിനറൽ അയോൺസും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്ന് പറഞ്ഞാൽ മിനറൽ അയോൺസ് വിൽ ബി ടേക്കൺ ബൈ ദ പ്ലാന്റ്സ് primarily by active transport, and it can also occur through the passive transport. Passive transport വഴിയും ഇത് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ഈ റൂട്ട് ഹെയറിൽ എല്ലാ തരത്തിലുള്ള അയോൺ പമ്പ്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ചില അയോൺസ്, എല്ലാ മിനറൽസും പ്ലാന്റ്സിന് വേണ്ടതല്ല, ചില മിനറൽസ് പ്ലാന്റ്സിന് ആവശ്യമില്ലാത്തതുണ്ട്. അങ്ങനത്തെ മിനറൽസിനെ ഒരു കൺട്രോൾ പോയിന്റ് ആയിട്ട്, അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ പോയിന്റ് ആയിട്ട് എൻഡോഡെർമിൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻസ് ഇരിക്കുന്നുണ്ട്. അതായത് എൻഡോഡെർമൽ സെൽസിൽ ആ പ്ലാന്റിന് വേണ്ട മിനറൽസിനെ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മിനറൽ അയോൺസിന്റെ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് എൻഡോഡെർമിസ് ആണ്. അവിടെ സുബറിൻ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടല്ല, എൻഡോഡെർമിസിൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോട്ടീൻ ആ പ്ലാന്റിന് വേണ്ട മിനറൽസിനെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എടുപ്പിക്കുകയുള്ളൂ. അല്ലാതെ കുറേ മിനറൽസ് ഉണ്ട് ടോക്സിക് ആയിട്ടുള്ളത്, അതിന് മുഴുവൻ പ്ലാന്റ്സിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യിക്കില്ല. ഓക്കെ, അപ്പോൾ എൻഡോഡെർമൽ സെൽസ് ആണ് അവിടുത്തെ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡിസൈഡ് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന്. അതേപോലെ എൻഡോഡെർമിസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് മിനറൽസ് ആൻഡ് വാട്ടർ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സുബറിൻ ഡെപ്പോസിറ്റ് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ സുബറിൻ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയ വെള്ളം ഒരിക്കലും പുറത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് എൻഡോഡെർമിസ് അനുവദിക്കില്ല. ഓക്കെ, എങ്ങനെയാണ് മിനറൽസിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം മിനറൽസ് ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ വാട്ടർ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ത്രൂ സൈലം വഴി മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യും. മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് വാട്ടർ ആസ് വെൽ ആസ് ദിസ് വൺ മിനറൽസ് ആണ്. അത് ആക്റ്റീവ് ആൻഡ് പാസീവ് ബോത്ത് ടൈപ്പ് അബ്സോർപ്ഷനും അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് മിനറൽ എലമെന്റ്സിന്റെ ചീഫ് സിങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് അത് റിക്വയർമെന്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഗ്രോയിങ് പ്ലാൻ പാർട്ടിലാണ് അതിന് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉള്ളത്. എപ്പിക്കൽ ആൻഡ് ലാറ്ററൽ മെരിസ്റ്റത്തിലും യങ് ലീവ്സിലും ഡെവലപ്പിംഗ് ഫ്ലവേഴ്സിലും ഫ്രൂട്ട്സിലും സീഡ്സിലും സ്റ്റോറേജ് ഓർഗൻസിലും ഒക്കെയാണ് മിനറൽ അയോൺസിന്റെ റിക്വയർമെന്റ് ഉള്ളത്. എവിടെയാണോ മിനറൽ അയോൺസിന്റെ റിക്വയർമെന്റ് ഉള്ളത്, അതായത് എവിടെയാണോ അതിന്റെ സിങ്ക് റീജിയൻ, അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ മിനറൽ അയോൺസ് അൺലോഡ് ചെയ്യുന്നത് വെറുതെ വെയിൻ്റെ ടിപ്പ് വഴി ഡിഫ്യൂഷൻ വഴിയായിരിക്കും അത് അൺലോഡ് ചെയ്യുക. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ അൺലോഡിങ് ആക്റ്റീവ് അപ്ടേക്ക് ദിസ് വിൽ ബി uptaken by the cells അതിന് വേണ്ട മിനറൽസിനെ അപ്ടേക്ക് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അൺലോഡിങ് ഓഫ് മിനറൽസ് ഇറ്റ് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ. ഈവൻ ദോ ഇറ്റ് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ ഇറ്റ് വിൽ അണ്ടർഗോ ആക്റ്റീവ് അപ്ടേക്ക് ബൈ ദ സെൽസ് വഴി അത് ആക്റ്റീവ് അപ്ടേക്ക് ആണ് നടക്കുക. അതേപോലെ തന്നെ മിനറൽ അയോൺസ് വാട്ടറിൻ്റെ ഒപ്പം യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് നടക്കുക. ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് ഫ്ലോ ചെയ്യുള്ളൂ. ഇനി ലാറ്ററൽ കണ്ടക്ഷൻ ഓഫ് ദിസ് mineral ions it will take through the xylem parenchyma. Xylem parenchyma എന്ന് പറയുന്ന കുറച്ച് ലിവിങ് സെൽസ് ഉണ്ടല്ലോ, സൈറ്റോപ്ലാസം ഉള്ള സൈലത്തിന്റെ വെസൽസിനെ ട്രക്കീഡ്സിനെ ഒക്കെ കവർ ചെയ്ത് വെക്കുന്ന ആ xylem parenchyma സെൽസിന്റെ ഉള്ളിലേക്ക് വെള്ളവും അതുപോലെ തന്നെ മിനറൽസും കൂടി ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങി ആ പാരൻകൈമ സെൽസിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസിന്റെ xylem വെസൽസിലേക്കും ട്രക്കീഡ്സിലേക്കും വെള്ളം
വെള്ളം കയറിയിട്ടാണ് ബാക്കി ബ്രാഞ്ചസിലേക്കൊക്കെ അതെത്തുന്നത്. അതേപോലെ ഈ മിനറൽ അയോൺസ് ഒരിക്കൽ മൊബിലൈസ് ചെയ്ത മിനറൽ അയോൺസ് സിങ്ക് റീജിയനിൽ എത്തിയ ശേഷം അവർക്ക് വേണ്ടാതെ വരും അത് റീമൊബിലൈസ് ചെയ്യാറുണ്ട്. സാധാരണ സെനിസിങ് പാർട്ടി എന്നാണ്, അതായത് ഒരു ലീഫ് മെച്ചുറായി അത് ഓൾഡായി അത് വീണു പോകാൻ പോകുന്ന ഓൾഡ് ലീവ്സിൽ നിന്നൊക്കെയാണ് ഈ പറയുന്ന റീമൊബിലൈസേഷൻ നടക്കുക. ഓക്കെ, സാധാരണ ഓൾഡർ ലീവ്സ് എന്തായാലും പൊഴിഞ്ഞു പോകാൻ പോകും. അപ്പോൾ അവരുടെ ലീഫിൻ്റെ ഉള്ളിലുള്ള മിനറൽ അയോൺസ് അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഉള്ളിലുള്ള മിനറൽ അയോൺസ് അത് ഗ്രോയിങ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. അതിനാണ് റീമൊബിലൈസേഷൻ എന്ന് പറയുന്നത്. സാധാരണ റെഡിലി മൊബിലൈസ് ചെയ്യുന്ന ഫോസ്ഫറസും സൾഫറും നൈട്രജനും പൊട്ടാഷ്യം ഒക്കെയാണ്. ചില സ്ട്രക്ചറൽ കമ്പോണൻസ് റീമൊബിലൈസേഷൻ നടക്കില്ല. അതിനോട് എക്സാമ്പിളാണ് കാൽഷ്യം. അതുപോലെ സൈലം എക്സുഡേറ്റ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറയും ദ ഇനോർഗാനിക് മിനറൽസ് ആസ് വെൽ ആസ് ഓർ ഇനോർഗാനിക് അയോൺസ് ആൻഡ് വാട്ടർ വിൽ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ സൈലം എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അത് നൈട്രജൻ ഇനോർഗാനിക് ഫോമിലും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്യാരിഡ് ഇൻ ദ ഫോം ഓഫ് അമിനോ ആസിഡ് ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടും അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോസ്ഫറസും സൾഫറും ഒക്കെ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ സൈലോം ഫ്ലോയും അടുത്തേ കൂടെ പോകുമ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൈലത്തിൽ ഓർഗാനിക് കോമ്പൗണ്ട് കാണാൻ പറ്റും. പക്ഷെ മേജർലി അത് ഇനോർഗാനിക് കോമ്പൗണ്ടിനെയാണ് വാട്ടറിൻ്റെ ഒപ്പം ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് മാത്രം. അതേപോലെ ഫ്ലോയത്തിൻ്റെ ഉള്ളിലേക്ക് ഓർഗാനിക് മെറ്റീരിയൽ മാത്രമാണ് ഫ്ലോയത്തിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഫ്ലോയത്തിൽ നിന്ന് സൈലത്തിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഫ്ലോയത്തിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനോർഗാനിക് മിനറൽസും ഉണ്ട് അതിനകത്ത്, പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ളൂ, നോട്ട് ആസ് എ മേജർ പാർട്ട് ഓഫ് ദ ഫ്ലോയം ട്രാൻസ്പോർട്ട്. അപ്പോൾ സൈലത്തിൽ കൂടെ നമ്മൾ ട്രഡീഷണലി സൈലം വിൽ ട്രാൻസ്പോർട്ട് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാലും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ സൈലത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്ലോയത്തിൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ നടക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്കറിയാം സൈലത്തിൽ നിന്ന് പല സൈലം സാപ്പും ഇതിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇനോർഗാനിക് കോമ്പൗണ്ടും ഉണ്ട് നമുക്കറിയാം. ഈവൻ ദോ ഇറ്റ് ഈസ് സെയിങ് ആസ് ട്രഡീഷണലി we are saying as organic compound is transported through the phloem, some inorganic compounds are also passed through the phloem നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് നടക്കുന്നത് സീവ് ട്യൂബ് വഴിയാണ് അല്ലേ. സീവ് ട്യൂബ് വഴിയാണ് ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലാണ്. സാധാരണ ഫുഡ് എവിടെയാണോ സിന്തസൈസ് ചെയ്യുന്നത്, എവിടെയാണോ ഫുഡിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളത്, അതനുസരിച്ച് നമുക്ക് സോഴ്സ് എന്നും സിങ്ക് എന്നും രണ്ട് റീജിയൻ പറയാം. സോഴ്സ് വെയർ ദ ഫുഡ് വിൽ ബി സിന്തസൈസ്ഡ് ഓർ ദ ഫുഡ് അവൈലബിലിറ്റി ഈസ് ദെയർ, സിങ്ക് വെയർ ദ ഫുഡ് റിക്വയർമെൻറ്റ് ഈസ് ദെയർ. ഓക്കെ, സോ ഹിയർ ഈ ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ അകത്താണെങ്കിൽ ദ സോഴ്സ് വിൽ ബി ലീഫ് ആൻഡ് ദ റിക്വയർമെൻറ്റ് പാർട്ട് ഇറ്റ് മേ ബി ദ ഗ്രോയിങ് റീജിയൻ ഓർ ഇറ്റ് മേ ബി ദ സ്റ്റോറേജ് ഓർഗൻ, അങ്ങനെ പല ഭാഗത്തും ആയിരിക്കാം. എവിടെയൊക്കെ അതിന് റിക്വയർമെൻറ്റ് ഉണ്ടോ അങ്ങോട്ടൊക്കെ അത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. എങ്ങോട്ടാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ റീജിയനെ നമ്മൾ സിങ്ക് എന്ന് പറയാം അല്ലേ. അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ ഒരു ഗ്രോയിങ് പ്ലാന്റ്, അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യാത്ത ഒരു പ്ലാന്റ്, അതായത് ജെർമിനേഷൻ നടക്കുന്ന ഒരു സ്റ്റേജിൽ, അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അവരെ കോട്ടിലിഡനിൽ അല്ലെങ്കിൽ എൻഡോസ്പാമിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സ് ഓഫ് ഫുഡിൽ നിന്ന് എവിടെയാണോ അതിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളത് ആ ഭാഗത്തേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ അത് വേരിലായിരിക്കാം ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സാധാരണ ലീഫിൽ നിന്ന് വേരിലേക്കായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഫുഡിൻ്റെ അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ലീഫിൽ നിന്ന് വേരിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഫുഡിൻ്റെ? നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ റൂട്ട് ഹെയറിൽ ഈ പറയുന്ന അയോൺ പമ്പ്സ് ഒക്കെ ആക്റ്റീവ് അയോൺ പമ്പ്സ് ആണ്. അതിന് ATP വേണം. ATP വേണമെങ്കിൽ എന്ത് വേണം? ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP മോളിക്യൂൾ ഉണ്ടാവണം ബൈ റെസ്പിറേഷൻ പ്രോസസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്രം ദ ലീഫ് ടു റൂട്ട്. ഇനിയിപ്പോൾ റൂട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ടിപ്പ് റീജിയനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ത്രൂ ദ phloem the food will be transported bidirectionally. In the case of xylem it will be transporting unidirectionally. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലോയത്തിൽ കൂടെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഫ്ലോയത്തിൽ കൂടെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്ന പ്രഷർ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രഷർ ഫ്ലോ ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് വെച്ചാണ് കേട്ടോ. അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് മഞ്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മഞ്ച്, MUNCH. ഓക്കെ, but translocation of sugar it is occur according to pressure flow hypothesis.
അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് സൂക്രോസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഈ സൂക്രോസ് മോളിക്യൂൾ ഡൈസാക്രൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ സൂക്രോസ് മോളിക്യൂളാണ് സോഴ്സ് റീജിയനിൽ നിന്ന് ഫ്ലോയത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്ലോയത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് ഫ്ലോയത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഫ്ലോയത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന സൂക്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ റീജിയനിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ വന്നിട്ട് കൂടുതലാവും. അല്ലെങ്കിൽ അവിടുത്തെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയൻ വന്നിട്ട് വാട്ടർ സ്കാർസിറ്റി കാണിക്കും. അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കും. കാരണം സൈലോം ഫ്ലോയും ഒക്കെ പോകുന്ന ഇവിടെ ഏത് വഴിയാണ്? വെയിൻസ് വഴിയാണ്. അപ്പം ഈ വെയിനിലിരിക്കുന്ന ഫ്ലോയത്തിൻ്റെ ഉള്ളിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓസ്മോസിസ് നടന്ന് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടന്ന് സൈലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എങ്ങോട്ട് കയറും? ഫ്ലോയത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു വാട്ടർ സ്കാർസിറ്റി അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താവും? അവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഈ ഓസ്മോട്ടിക് പ്രഷർ, ബിക്കോസ് ഓഫ് ദിസ് ഓസ്മോട്ടിക് പ്രഷർ, this sucrose particle which is dissolved in the xylem sapൽ ഡിസോൾവ് ആയിട്ടുള്ള ഈ xylത്തിൽ കൂടെ വരുന്ന വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഈ സൂക്രോസ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ അത് പോകാൻ തുടങ്ങും. ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ അത് മൂവ് ചെയ്യും. വേറെവർ ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ സിങ്ക് റീജിയൻ, when it reaches ഈ പറയുന്ന sucrose molecule it will be actively pumped out from the phloem. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂക്രോസ് മാത്രമേ പമ്പ് ചെയ്യുള്ളൂ. അതല്ലാതെ ചുമ്മാ ഡിഫ്യൂഷൻ നടന്നിട്ട് പറയുന്ന സൂക്രോസ് സൊല്യൂഷൻ അല്ല മൂവ് ചെയ്യുക. ജസ്റ്റ് സൂക്രോസ് ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഔട്ട്. സൂക്രോസ് റിമൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയത്തിൻ്റെ ഉള്ളിൽ, അതായത് ആ സൂക്രോസ് കൊണ്ടുവന്ന ഫ്ലോയം സീവ് ട്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താവും? വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഫ്ലോയത്തിൻ്റെ ഉള്ളിൽ കൂടും. ആ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ from the phloem it will pass again back to the xylem by a diffusion process. അപ്പോൾ the uploading of this sucrose, it occurs actively, and we can see releasing of the sucrose molecule in the sink region, that also by active transport. And we can see the water intake, it occurs by osmosis, and water removal from the phloem to xylem occurs by osmosis. Okay. Now ഈ ഫ്ലോയം ടിഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള സീവ് ട്യൂബ് സെൽസ് കൊണ്ടാണ്. ഇനി ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സീവ് ട്യൂബ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സീവ് ട്യൂബ് സെൽസ് ലോങ് കോളംസ് ആണ്, അതായത് വലിയ വലിയ ട്യൂബാണ് അല്ലേ. അതിൻ്റെ അകത്ത് എൻഡ് വോൾസിൽ വന്നിട്ട് ഹോൾസ് ഉണ്ടാവും. അതിന് നമ്മൾ സീവ് പ്ലേറ്റ് എന്ന് പറയാം. ചെറിയ ചെറിയ തുള പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. അതിന് നമ്മൾ സീവ് പ്ലേറ്റ് എന്നാണ് പറയാം. ഈ സീവ് പ്ലേറ്റ് വഴി സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് പാസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ സീവ് ട്യൂബ് തമ്മിൽ ഒരു കണ്ടിന്യൂസ് ഫിലമെന്റ്സ് കൊണ്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അതൊരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഫ്ലോയം സീവ് ട്യൂബിൻ്റെ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് because of this filamental structure which is connecting to the sieve tube connection together, that sieve tube filaments, what it will do, it will pass that hydrostatic pressure. Due to that hydrostatic pressure, this phloem sap, it will start moving, or phloem organic compound in the phloem, it will be start moving from the high concentration to lower concentration. അതായത് പ്രഷർ കൂടിയെടുത്തുന്ന പ്രഷർ കുറഞ്ഞിടത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് നമ്മൾ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതായത് ഫ്ലോയം ടിഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള സീവ് ട്യൂബ് കൊണ്ടാണ്. സീവ് ട്യൂബിന് എൻഡ് പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സീവ് പ്ലേറ്റ്സ് ഉണ്ട്. ഈ സീവ് പ്ലേറ്റ്സ് വന്നിട്ട് ഹോൾസ് ഉള്ളതാണ്. ഈ ഹോൾസിൽ കൂടെ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ്, അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് വന്നിട്ട് കണ്ടിന്യൂസ് ഫിലമെന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് ഫിലമെന്റ് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ ഫ്ലോയ്ക്ക് അല്ലെങ്കിൽ മാസ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലോയം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സഹായിക്കും. ഓക്കെ, ഇതാണ് ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നൗ വി ക്യാൻ സീ ഈ phloem transportation, it can be explained with a simple experiment, that is girdling experiment. Girdling experiment വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. girdling experiment സാധാരണ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ട്രീ എടുത്താൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എടുത്താൽ അതിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്യും. എന്താ ബാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എപ്പിഡെർമിസും അതിൻ്റെ ഹൈപ്പോഡെർമിസും ജനറൽ കോർട്ടെക്സും എൻഡോഡെർമിസും
പെരിസൈക്കിളും അതുപോലെ പ്രൈമറി ഫ്ലോയും സെക്കൻഡറി ഫ്ലോയും വരെയുള്ള റീജിയൻ കംപ്ലീറ്റ് ഒരു റിംഗ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് അത്രയും റീജിയനാണ് നമ്മൾ ബാർക്ക് എന്ന് പറയുക. അത്രയും റീജിയൻ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്കറിയാം ആ സ്റ്റെമ്മിൻ്റെ, അതായത് മേജർ സ്റ്റെമ്മിൻ്റെ അത്രയും ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളഞ്ഞാൽ, അത്രയും ഭാഗം ഒരു റിങ് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ബാർക്ക് റീജിയൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമുക്കറിയാം ഫ്ലോയം പോയി അല്ല. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്തായിരിക്കുന്നത്? പിന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് സെക്കൻഡറി സൈലും പ്രൈമറി സൈലും അതുപോലെ പിത്ത് റീജിയനും ഉള്ള ആ ഒരു റിംഗ് റീജിയനിൽ അല്ലേ. അപ്പം മേലെ ഉണ്ടാകുന്ന, അതായത് ഫോട്ടോസിന്തസിസ് വഴി ലീഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂക്രോസിനെ താഴത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ച് വേരിലേക്ക് എത്തിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഫ്ലോയും ഇടയ്ക്ക് മുറിഞ്ഞുപോയി അല്ലേ. പ്രൈമറി ഫ്ലോയും പുറത്തേക്കും സെക്കൻഡറി ഫ്ലോയും അകത്തേക്കല്ലേ കാണുന്നത്. നമ്മുടെ സെക്കൻഡറി ഫ്ലോയും വരെ ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലോയത്തിൽ കൂടെ വരുന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് എല്ലാം കൂടി കൂടിയിട്ട് എവിടെയാണോ നമ്മൾ ഗിർഡ്ലിംഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു റീജിയനിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ആ ഒരു ഭാഗം ബൾജ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റൂട്ടിലേക്ക് ഫുഡ് എത്താത്തത് കൊണ്ട് റൂട്ട് പെട്ടെന്ന് dead ആയി പോകും. Root it will undergo dead first. Then after that we can see, as the root is dead, there is no absorption of water and minerals, so the plant also will not be able to survive, so the stem also will be dead. Okay, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. In the girdling experiment, which part of the plant will be died first? That is root. ഫസ്റ്റ് ഡൈ ആവുന്ന റൂട്ടാണ് കേട്ടോ. ഇനി മോണോകോട്ടിലിഡിന സ്റ്റെമ്മിന്റെ കേസിൽ നമ്മൾ ഗിർഡ്ലിംഗ് എക്സ്പെരിമെന്റ് എപ്പോഴും ചെയ്യുന്ന സ്റ്റെമ്മിലാണ് കേട്ടോ. രണ്ട് തരത്തിലുള്ള സ്റ്റെമ്മല്ലേ ഉള്ളത്, ഒന്ന് മോണോകോട്ട് സ്റ്റെമ്മോ ഒന്ന് ഡൈക്കോട്ട് സ്റ്റെമ്മോ. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി മോണോകോട്ട് സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദർ ദ വാസ്കുലാർ ബണ്ടിൽസ് ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ഇൻസൈഡ് ദ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് കാണുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിംഗ് ആയിട്ട് ഫ്ലോയത്തിന് റിമൂവ് ചെയ്യാൻ കിട്ടില്ല. കാരണം എന്താ? ഫ്ലോയ അതിലൊക്കെ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുക. ഈവൻ ദോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ കൊളാറ്ററൽ ഫോം, ദ ഫ്ലോയം ആൻഡ് സൈലം ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ സ്റ്റെം. സോ മോണോകോട്ടിലിഡിന സ്റ്റെമ്മിൻ്റെ കേസിൽ ഈ പറയുന്ന വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റർ ആയി കാണുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു ബാർക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗിർഡ്ലിംഗ് എക്സ്പെരിമെന്റ് നമുക്ക് ഒരിക്കലും മോണോകോട്ടിലിഡിന സ്റ്റെമ്മിൽ ചെയ്യാൻ കഴിയില്ല. ഇതും ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൈ ഗിർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ഈസ് നോട്ട് പോസിബിൾ ടു കണ്ടക്ട് ഇൻ ദ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ്? ബിക്കോസ് ഇൻ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് there is the vascular bundle, it is scattered, and there is no a proper arrangement of xylem and phloem as in the case of dicotyledonous stem. Okay, അപ്പോൾ അത്രയും ഓർത്തിരുന്നോളാം. This is all about the girdling experiment. Girdling experiment പലപ്പോഴും ചോദിച്ചതാണ് കേട്ടോ. So this is all about this chapter, transport in plants.